إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ ആരവങ്ങളാണ് നമ്മുടെ നാടുകളിൽ പല സ്ഥലങ്ങളിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ? ആ പരിപാടിയിൽ അത്തരം ഒരുമിച്ച് കൂടലുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹല്ലേ, മദ്ഹ് പറയൽ തെറ്റാണോ എന്നിങ്ങനെ സാധുക്കളായ പല ആളുകളും ചോദ്യമുയർത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ധാരാളമായി കാണുവാനും കേൾക്കുവാനും സാധിക്കും. ഇവിടെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കിയ ഈ ദീനിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊണ്ട യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വക്താക്കൾക്ക് ഈ ചോദ്യങ്ങൾക്കും ഈ പരാമർശങ്ങൾക്കും പറയാനുള്ള മറുപടി പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും മാത്രമാണ്. അതിൽ സഹോദരങ്ങളെ, ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മദ്ഹ് പറയൽ ഒരിക്കലും തെറ്റല്ല, മറിച്ച് അത് നമ്മുടെ ദീനാണ്. മദ്ഹ് പറയൽ അനുവദനീയമാണ് എന്നല്ല, ജായിസാണ് എന്നല്ല, മറിച്ച് നിർബന്ധമാണ്. നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്.
നമുക്ക് അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഇതാ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മദ്ഹുകൾ നമുക്ക് കേൾക്കാം. അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇംറാനിലൂടെ പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹു ഇതാ ഔദാര്യം ചൊരിഞ്ഞിരിക്കുന്നു. എന്താണ് അല്ലാഹു ചൊരിഞ്ഞ ഔദാര്യം? പ്രിയമുള്ളവരെ, ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ അല്ലാഹു അതാ അവരിലേക്ക് ഒരു റസൂലിനെ നിയോഗിക്കുകയുണ്ടായി. എന്നിട്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് അജ്ഞതകളിൽ മുങ്ങി ജീവിച്ചിരുന്ന ജനങ്ങളെ ശുദ്ധീകരിച്ചെടുത്തു. അവർക്ക് അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവരെ പഠിപ്പിച്ചു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുന്നേ അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. സഹോദരങ്ങളെ, ഈ ആയത്തിൽ അല്ലാഹു അറിയിക്കുന്നത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുള്ള മിന്നത്താണ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മദ്ഹാണ് പ്രിയമുള്ളവരെ ഇത്. ഇനി ഇതാ നിങ്ങൾ നോക്കൂ, മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ കാണാം. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അല്ലാഹുവേ നീ അവരിൽ നിന്നും അവരിലേക്ക് ഒരു റസൂലിനെ നിയോഗിക്കണേ. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹു അതാ സൂറത്തുൽ അഹ്സാബിലൂടെ നമ്മെ അറിയിക്കുന്നു, യാ അയ്യുഹൻ നബി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വിളിക്കുന്നു, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക, തീർച്ചയായും താങ്കളെ നാം അയച്ചിരിക്കുന്നു, ഷാഹിദൻ, സാക്ഷിയായിക്കൊണ്ട്. അവിടുന്ന് അവിടുത്തെ സമുദായത്തിന്റെ മേൽ സാക്ഷിയാണ്. വമുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കുവാൻ വേണ്ടി. വനദീറൻ, മുന്നറിയിപ്പ് നൽകുവാനും വേണ്ടി. വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകനായി തീരുവാനും വേണ്ടി. ബിഇദ്നിഹി, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം. വസിറാജം മുനീറ, പ്രകാശിക്കുന്ന വിളക്കുമായിക്കൊണ്ട്. സഹോദരങ്ങളെ, ഈ രണ്ട് ആയത്തുകളിൽ അനേകം വിശേഷണങ്ങൾ വന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. അവിടുത്തെ കുറിച്ചുള്ള പുകഴ്ത്തലുകളാണിത്. അവിടുന്ന് ഷാഹിദാണ്, സാക്ഷിയാണ്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത, അവിടുത്തെ പിൻപറ്റിയ ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച ബഷീറാണ് അദ്ദേഹം. അതുപോലെ തന്നെ നേർ വിപരീതമായി നിഷേധികളായ, ധിക്കാരികളായ ആളുകൾക്ക് നരകമുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന നദീറാണ് അവിടുന്ന്. അള്ളാഹുവിലേക്കുള്ള ദാഇയാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുവാൻ, ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഏകനായ റബ്ബിലേക്ക്, അള്ളാഹുവിന്റെ ദീനിലേക്ക്, അവന്റെ ദീൻ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളിലേക്ക്, നീതിപൂർണമായ ഈ ആദർശത്തിന്റെ സത്യപാതയിലേക്ക് ക്ഷണിക്കുവാൻ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം വന്നവരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം അവിടുന്ന് സിറാജൻ മുനീറ, അവിടുന്ന് വിളക്കാണ്, അവിടുന്ന് പ്രകാശമാണ് എല്ലാ അർത്ഥത്തിലും. അവിടുത്തെ സൃഷ്ടിപ്പ് പോലെ തന്നെ, അവിടുത്തെ ശറഫാക്കപ്പെട്ട മുഖം പോലെ തന്നെ, അവിടുത്തെ ശരീര പ്രകൃതം പോലെ തന്നെ, അവിടുത്തെ മൊഴിമുത്തുകൾ പോലെ തന്നെ എല്ലാ അർത്ഥത്തിലും അവിടുന്ന് പ്രകാശമാണ്. ആ പ്രകാശം മക്കയിൽ പ്രകാശിച്ചു, അത് പിന്നീട് മദീനയിൽ പരന്ന് ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും എത്തുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള മദ്ഹാണ് പ്രിയമുള്ളവരെ, തീർന്നില്ല. അല്ലാഹു അതാ സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മെ അറിയിക്കുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, നബിയെ രാത്രി എഴുന്നേറ്റ് താങ്കൾ നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരം അവിടുത്തേക്ക് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു, കൽപ്പിക്കുന്നു.
എന്നിട്ട് പറഞ്ഞു ആസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, താങ്കളുടെ റബ്ബ് താങ്കളെ സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് നാളെ പരലോകത്ത് നിയോഗിക്കാൻ വേണ്ടിയത്രേ അത്. ഒരാൾക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത, ഒരാൾക്കും ലഭിക്കാത്ത മഖാമും മഹ്മൂദ്, സ്തുത്യർഹമായ സ്ഥാനം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാൻ. തീർന്നില്ല പ്രിയമുള്ളവരെ, അല്ലാഹു പറയുന്നു വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബിയേ, ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ്, അവിടുന്ന് കാരുണ്യമാണ് എല്ലാ അർത്ഥത്തിലും. അവിടുത്തെ സ്വഭാവ ഗുണങ്ങളിൽ അവിടുന്ന് കരുണയുള്ള വ്യക്തിത്വമാണ്. അവിടുന്ന് കൊണ്ടുവന്ന ദീൻ കരുണയുള്ള ദീനാണ്. ഈ ദീനിലെ നിയമനിർദ്ദേശങ്ങൾ കാരുണ്യമുള്ളതാണ്. ഏതൊരാൾക്കും ഉൾക്കൊള്ളുവാനും ആചരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കിയിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന് പ്രയാസമാവില്ല എങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ നിർബന്ധമാക്കുമായിരുന്നു എന്നവിടുന്ന് പറഞ്ഞതായി കാണാം. അഥവാ ഉമ്മത്തിന്റെ പ്രയാസം അവിടുത്തേക്ക് പ്രയാസമാണ്. ഉമ്മതി ഉമ്മതി, എന്റെ സമുദായം എന്റെ സമുദായമെന്ന് ദുനിയാവിൽ വെച്ചും നാളെ പരലോകത്ത് ആഖിറത്തിൽ വെച്ചും വിളിക്കുന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യമായി കൊണ്ട് അയക്കപ്പെട്ട പ്രവാചകനാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എത്രയെത്ര മദ്ഹുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഈ മദ്ഹുകൾ നമ്മുടെ ദീനാണ്. ഇത് പറയാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ അള്ളാഹുവിനെ നിഷേധിക്കലാണ്, പരിശുദ്ധ ഖുർആനിനെ നിഷേധിക്കലാണ്. അതുകൊണ്ട് മദ്ഹിന് നമ്മൾ എതിരല്ല. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പാടില്ല എന്നാണോ പ്രിയമുള്ളവരെ അടുത്ത ആരോപണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, ലോകത്തുള്ള സർവ്വജനങ്ങളേക്കാൾ ഞാൻ ഒരാൾക്ക് പ്രിയപ്പെട്ട ആളായി തീരുന്നതുവരേക്കും നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. എങ്ങനെ പ്രിയമുള്ളവരെ സ്നേഹിക്കാതിരിക്കും? ഒരാൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ ഈമാൻ ശരിയല്ല എന്നാണ്, അയാൾ മുഅ്മിനാവുകയില്ല എന്നാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നോക്കൂ, ഒരിക്കൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് അന്ത്യനാൾ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, വമാ അഅദത്ത ലഹാ, എന്താണ് നിന്റെ അരികിൽ ആ ഖിയാമത്ത് നാളിനു വേണ്ടി നീ സ്വരുക്കൂട്ടി വെച്ചിട്ടുള്ളത്? എന്തൊരു മുന്നൊരുക്കമാണ് നീ നടത്തിയിട്ടുള്ളത് എന്ന് അവിടുന്ന് തിരിച്ചു ചോദിച്ചു. ആ സഹാബി പറഞ്ഞു, ലാ ഷൈ, നബിയെ ഒന്നുമില്ല എന്റെ അരികിൽ, ഇല്ല അന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നു എന്നതൊഴികെ മറ്റൊന്നും എന്റെ കയ്യിലില്ല നബിയെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഉണ്ടായിരിക്കുക. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ വാക്ക് കേട്ടപ്പോൾ അതിനു മുന്നേ ഇല്ലാത്ത രൂപത്തിലുള്ള സന്തോഷമാണ് നമുക്കുണ്ടായത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഅന ഉഹിബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, വഅബാ ബക്രിൻ വഉമർ, അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ സ്നേഹിക്കുന്നു, വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയ്യാഹും, അവരോടുള്ള എന്റെ സ്നേഹം കാരണത്താൽ ഖിയാമത്ത് നാളിൽ ഞാൻ അവരോടൊപ്പമായി തീരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വഇല്ലം അഅമൽ ബിമിസ്ലി അഅമാലിഹിം, അവർ ചെയ്തതത്ര പ്രവർത്തനങ്ങൾ എന്റെ അരികിൽ ഇല്ലെങ്കിലും ശരി. സഹോദരങ്ങളെ, സ്നേഹമെന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് എന്നത് നമ്മുടെ ദീനാണ്. ഖിയാമത്ത് നാളിൽ നമുക്ക് മുതൽക്കൂട്ടാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. ചോദിക്കട്ടെ,
ഈ പറഞ്ഞ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും ആ ചോദിച്ച സഹാബിയും റബീഉൽ അവ്വൽ 12ന്റെ ആഘോഷം നടത്തിയോ പ്രിയമുള്ളവരെ? റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ ആഘോഷിച്ചോ പ്രിയമുള്ളവരെ? അന്ന് പ്രത്യേകം മദ്ഹ് പാടിയോ പ്രിയമുള്ളവരെ? അന്ന് മൗലിദ് പാരായണം ചെയ്തോ പ്രിയമുള്ളവരെ? ചിന്തിക്കുക, ഇല്ല എന്നതാണ് ഉത്തരം. അതിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അവന്റെ കിതാബിൽ അറിയിക്കുന്നു, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഒരു മുഅ്മിനിന്? അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന്, ഒരു സത്യവിശ്വാസിക്ക് അവന്റെ സ്വന്തത്തേക്കാൾ, സ്വദേഹത്തേക്കാൾ ഏറ്റവും അടുത്ത ആളാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്നേക്കാൾ മഹബ്ബത്ത് എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആയിരിക്കണം എന്നതാണ് പ്രിയമുള്ളവരെ ഈ ദീനിന്റെ അടിസ്ഥാനം. ഇനി നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ സ്നേഹിക്കേണ്ടത്? മദ്ഹും മഹബ്ബത്തും ദീനിലുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടു, അതേത് രൂപത്തിലാണ് എന്നും ബോധ്യപ്പെട്ടു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? എന്താണ് സ്നേഹത്തിന്റെ മാനദണ്ഡം? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അവിടുത്തെ സ്വഹാബത്ത് കാണിച്ചു തന്നതുപോലെ എന്താണ് അല്ലാഹു പറഞ്ഞത്? അല്ലാഹുവിനോട് ആർക്കെങ്കിലും സ്നേഹമുണ്ടോ? അല്ലാഹുവിനെ ഇഷ്ടമാണ്, സ്നേഹിക്കുന്നു എന്ന് വാദിക്കുന്നുണ്ടോ? ഖുൽ നബിയെ അവരോട് പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക. അൽ ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ് പ്രിയമുള്ളവരെ അല്ലാഹു പഠിപ്പിച്ച സ്നേഹം, അല്ലാഹു പഠിപ്പിച്ച ആദർശം. അതാണ് എല്ലാ കാര്യത്തിലും വിശ്വാസം മുതൽ ആചാര കർമാനുഷ്ഠാനങ്ങളിൽ, സ്വഭാവ മര്യാദകളിൽ, കച്ചവട മേഖലകളിൽ, ഇടപാടുകളിൽ, സംസാര രീതികളിൽ, വസ്ത്രധാരണങ്ങളിൽ, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ അടിമുടി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ് പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അതാണ് മഹാന്മാരായ സ്വഹാബത്ത് കാണിച്ചു തന്ന സ്നേഹം. അവിടുത്തെ മുടിമുത്തുകൾ ഒപ്പിയെടുക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തവരാണ് സ്വഹാബികൾ. അവരെങ്ങനെയാണ് സ്നേഹിച്ചത് പ്രിയമുള്ളവരെ? അവരുടെ സ്നേഹം, അവരുടെ മഹബ്ബത്ത് ആ രൂപത്തിലായിരുന്നു. ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ പ്രിയമുള്ളവരെ ലോകത്തൊരാളും സ്നേഹിച്ചിട്ടില്ല. സ്വഹാബത്ത് സ്വന്തം ജീവൻ പകരം നൽകാൻ തയ്യാറായിക്കൊണ്ടാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. എല്ലാ ഘട്ടങ്ങളിലും, യുദ്ധമുഖത്ത് വരെ സ്വന്തം ദേഹം, സ്വന്തം നെഞ്ചകം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൽ തറക്കാതെ നബിയെ അങ്ങയുടെ ശരീരത്തിലേക്ക് ഒരമ്പ് പോലും കടന്നു വരികയില്ല എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ സഹാബികൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവർക്ക് റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു മൗലിദില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഒരാഘോഷമില്ല എങ്കിൽ പ്രിയമുള്ളവരെ, ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ഇല്ല എങ്കിൽ പ്രിയമുള്ളവരെ, അവരെക്കാൾ സ്നേഹം നമുക്കാണോ? എങ്കിൽ അവർക്ക് പാളിച്ച പറ്റി എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന ആയത്ത് നമ്മൾ എന്ത് ചെയ്യും? അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവരല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഈ വലിയ കാര്യത്തിൽ പിഴവ് പറ്റുകയോ? ഒരു മുസ്ലിമിന് അങ്ങനെ വിശ്വസിക്കാൻ പാടുണ്ടോ പ്രിയമുള്ളവരെ? അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമാണോ അത് പ്രിയമുള്ളവരെ? അല്ല. അതുകൊണ്ട് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ മദ്ഹ് പറഞ്ഞിരുന്നു, അവർ സ്നേഹിച്ചിരുന്നു. അവർ ആ സ്നേഹം ഏറ്റവും പരിപൂർണമായ രീതിയിൽ തന്നെ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ അവർ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി ഒരു സ്നേഹപ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കവിത പാടിയതാണ് ചില ആളുകൾക്കുള്ള തെളിവ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയെപ്പോലെ, അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല നബിയെ. താങ്കളെക്കാൾ ഏറ്റവും നല്ല ഒരു മകനെ ഒരുമ്മയും പ്രസവിച്ചിട്ടില്ല നബിയെ. മനോഹരമായ കവിത ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട് പ്രിയമുള്ളവരെ.
സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പാടിയിട്ടുണ്ട് പ്രിയമുള്ളവരെ, സംശയമില്ല. പക്ഷേ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെയാണോ? അതാണ് നമ്മുടെ ചോദ്യം. അതിനുവേണ്ടി പ്രത്യേകം മീലാദ് സദസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. അതിനാണ് ഉത്തരം ലഭിക്കേണ്ടത്. ഇനി പ്രിയമുള്ളവരെ, മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞത്? അതാ മാലിക്കി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ അൽ ഇമാം അബൂ ഹഫ്സ് താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, അൽ മൗലിദു ഫി അമലിൽ മൗലിദ്. മൗലിദ് കഴിക്കൽ എന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമവശങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം, അതിനുള്ള മറുപടിയാണ് അദ്ദേഹം വിശാലമായി ആ ചെറിയ കിതാബിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് ധാരാളം ആളുകൾ ചോദിച്ചു എന്നാണ്. റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം, ഒരു കർമ്മം, ഒരു ആചാരം നാട്ടിലുണ്ട്. അതിന്റെ ശർഈയായ വിധി എന്താണ്? ദീനിന്റെ അടിസ്ഥാനമുള്ളതാണോ, സുന്നത്താണോ, അതല്ല ബിദ്അത്താണോ? അദ്ദേഹം പറഞ്ഞ മറുപടി സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു, ഫഖുൽതു വബില്ലാഹി തൗഫീഖ്, അല്ലാഹുവിന്റെ തൗഫീഖിനാൽ ഞാൻ പറയട്ടെ, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്നത്തിൻ. അല്ലാഹുവിന്റെ കിതാബിലോ അഥവാ പരിശുദ്ധ ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഈ മൗലിദിന് യാതൊരു അടിസ്ഥാനവും ഉള്ളതായി എനിക്കറിയില്ല. വലാ യുൻഖലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മത്തി അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീനി അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന്, എങ്ങനെയുള്ള പണ്ഡിതന്മാരാണവർ? അവരാണ് ദീനിൽ നമുക്ക് മാതൃകായോഗ്യർ. മുൻഗാമികളുടെ, പൂർവസൂരികളുടെ, സഹാബത്ത് മുതൽ ഇങ്ങോട്ട് ജീവിച്ച നല്ലവരായ ആളുകളുടെ കാൽപാദങ്ങൾ പിന്തുടർന്നു വന്ന ഈ ഉമ്മത്തിലെ ഉലമാക്കളിൽ ഒരാളിൽ നിന്നുപോലും ഇത് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബൽ ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താകുന്നു, ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട ഒരു ആചാരമാകുന്നു. ആരാണിതുണ്ടാക്കിയത്? അഹ്ദസഹൽ ബത്താലൂൻ, ബാത്തിലിന്റെ ആളുകൾ. അഥവാ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഉബൈദികൾ എന്നറിയപ്പെടുന്ന ഫാത്തിമിയാക്കൾ, ഷിയാക്കൾ, ബാത്തിലിന്റെ ആളുകളാണ് ഇത് കൊണ്ടുവന്നത്. വശഹ്വത്തു നഫ്സിൻ, ദേഹേച്ഛകളുടെ ആളുകൾ അഥവാ ബിദ്അഈ കക്ഷികൾ, ദീനിൽ പുതിയ പുതിയ ആചാരങ്ങൾ കടത്തിക്കൂട്ടി കൊണ്ടുവന്ന ആളുകളാണ് ഇതുണ്ടാക്കിയത്. യഅ്തനാ ബിഹൽ അക്കാലൂൻ, പിന്നീടത് തീറ്റക്കൊതിയന്മാർ ഏറ്റെടുക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഇതിന്റെ തുടക്കം ബാത്തിലിന്റെ ആളുകൾ, ഇത് പിന്നീട് വലിയ കാര്യമായി കൊണ്ടു നടന്നത് തീറ്റക്കൊതിയന്മാർ. മൗലിദ് കഴിക്കലാണല്ലോ, മൗലിദ് കഴിക്കലാണ്. അതെ, ആ കഴിക്കുന്ന ആളുകളാണ് ഇതിന്റെ വലിയ പ്രചാരകർ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബിദലീലിൻ അന്ന ഇദാ അർദ്നാ അലൈഹിൽ അഹ്കാമൽ ഖംസത, ദീനിൽ 5 നിയമങ്ങളുണ്ട്. ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ 5 വിധികൾ വിധിക്കാൻ സാധിക്കും. ഒന്നല്ലെങ്കിൽ വാജിബായിരിക്കും, അതല്ലെങ്കിൽ മുസ്തഹബായിരിക്കും, അതല്ലെങ്കിൽ മുബാഹായിരിക്കും, ജായിസായിരിക്കും, അതല്ലെങ്കിൽ ഹറാമായിരിക്കും, അതല്ലെങ്കിൽ കറാഹത്തായിരിക്കും. ഇങ്ങനെ 5 ഒരു വിധിയാണ് ഏത് വിഷയമെടുത്താൽ ഉണ്ടാവുക. അദ്ദേഹം പറയുന്നു, ഈ മൗലിദ് ആഘോഷം എന്നത് നിർബന്ധവുമല്ല സുന്നത്തുമല്ല എന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. കാരണം ഒരൊറ്റ കൽപ്പന ഖുർആനിലോ സുന്നത്തിലോ ഇല്ല. അതുകൊണ്ട് അത് നിർബന്ധവുമല്ല സുന്നത്തുമല്ല. പിന്നെ മുബാഹാവണമെങ്കിൽ, ജായിസാവണമെങ്കിൽ, ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യം ജായിസല്ല, മറിച്ചത് ഹറാമാണ് എന്ന് അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മുബാഹുമല്ല ജായിസുമല്ല, പിന്നെ ബാക്കിയുള്ളത് ഒന്നല്ലെങ്കിൽ ഹറാമാണ്, അതല്ലെങ്കിൽ കറാഹത്താണ് എന്നാണ്. സഹോദരങ്ങളെ, ശേഷം അദ്ദേഹം പിന്നീട് ധാരാളം ആ വിഷയം സംസാരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച പോകട്ടെ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാൾ പോലും ഈ ആഘോഷം നടത്തിയിട്ടില്ല. ഒരു കിതാബിലും ഹിജ്റ 300 വരെ
രേഖപ്പെടുത്തപ്പെട്ട എഴുതപ്പെട്ട ഒരൊറ്റ കിതാബിലും മൗലിദാഘോഷം എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരുപാട് കിതാബുകളുണ്ടല്ലോ, ഹദീസിന്റെ കിതാബുകളുണ്ടല്ലോ, ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ. പ്രിയമുള്ളവരെ, പെരുന്നാളിന്റെ ആഘോഷം അന്ന് എന്തു ചെയ്യണം കൃത്യമായി കാണാം. 2 പെരുന്നാളിന് എന്തു ചെയ്യണം കൃത്യമായുണ്ട്. ഓരോ വിഷയത്തിലും ബാബുൻ അധ്യായം എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. എന്നാൽ അമലുൽ മൗലിദിന്റെ ഒരു അധ്യായം ഒരൊറ്റ കിതാബിലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇനി സഹോദരങ്ങളെ, ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരെ ഈ ആളുകൾ ഉദ്ധരിക്കാറുണ്ട്. ഇമാം സുയൂത്തി പറഞ്ഞു എന്നാണ്. ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ മൗലിദിനെ കുറിച്ച് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഇൻദി അന്ന അസ്ല അമലിൽ മൗലിദി, എന്റെ അടുക്കൽ അമലുൽ മൗലിദിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹുവ ഇജ്തിമാഉൻ നാസി വഖിറാഅതു മാ തയസ്സറ മിനൽ ഖുർആനി വറിവായത്തുൽ അഖ്ബാരിൽ വാരിദതി في مبدأ أمر النبي صلى الله عليه وسلم وما وقع في مولده من الآيات ثم يمد لهم سمات يأكلونه وينصرفون من غير زيادة على ذلك وهو من البدع الحسنة التي يثاب عليها صاحبها لما فيه من تعظيم قدر النبي صلى الله عليه وسلم എന്ന് പറഞ്ഞ അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ മൗലിദിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഖുർആൻ പാരായണം ചെയ്ത് ചില ചരിത്ര സംഭവങ്ങളൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രങ്ങളിൽ നിന്ന് ഏതാനും വായിച്ച് അങ്ങനെ പായ വിരിച്ച് അഥവാ ഭക്ഷണത്തിന്റെ തളിക കൊണ്ടുവന്ന് എന്തെങ്കിലും തിന്ന് അങ്ങനെ പോവലാണ്, പിരിഞ്ഞു പോവലാണ്. ഈ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയുമോ? അത് മിനൽ ബിദ്അൽ ഹസന, നല്ല ബിദ്അത്താണ്. ഈ പ്രവർത്തനം നല്ല ബിദ്അത്താണ് എന്നാണ്. സുയൂത്തി ഇമാമിന്റെ അടുക്കൽ മൗലിദാഘോഷം സഹോദരങ്ങളെ, മൗലിദിന്റെ റബീഉൽ അവ്വലിന്റെ തലേ ദിവസം ജാഥയില്ല, റാലിയില്ല, റോഡ് ബ്ലോക്കാക്കലില്ല, എല്ലാ ദിവസവും പള്ളിയിൽ നിന്ന് മങ്കൂസ് മൗലിദ് പാരായണം ചെയ്യലില്ല, അതുപോലെ 12-ന് വലിയ ഘോഷയാത്രകളില്ല, ആശംസകളില്ല. പിന്നെയോ ഖുർആൻ പാരായണം ചെയ്യുക, ആയത്തുകൾ പറയുക, ചില ചരിത്ര സംഭവങ്ങൾ പറയുക, എന്നിട്ട് ഭക്ഷണം കഴിച്ച് പിരിയ. ഇതാണ് ഇമാം സുയൂത്തിയുടെ അടുക്കൽ മൗലിദ്. അത് തന്നെ അദ്ദേഹം പറഞ്ഞത് ഒപ്പിച്ചത് എങ്ങനെയാണ്? ബിദ്അത്തുൻ ഹസനത്ത് എന്നാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്ക് ദുർവ്യാഖ്യാനിച്ചതാണ്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം ബിദ്അത്തുകൾ 2 രൂപത്തിലുണ്ട് എന്ന് തഖ്സീം ചെയ്തു പറഞ്ഞിട്ടുണ്ട്, അഥവാ വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ബിദ്അത്തുൻ ഹസനത്തുൻ, ബിദ്അത്തുൻ സയ്യിഅത്തുൻ, ബിദ്അത്തുൻ മഹ്മൂദത്തുൻ, ബിദ്അത്തുൻ മദ്മൂമത്തുൻ. ബിദ്അത്തുൻ ഹസനത്തുൻ എന്ന് പറഞ്ഞാൽ, നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിൽ അടിസ്ഥാനമുള്ള കാര്യങ്ങൾ പിന്നീടത് കൊണ്ടുവരിക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് പിന്നീട് ജമാഅത്ത് ആക്കി കൊണ്ടുവന്നതുപോലെ തറാവീഹിന്, രാത്രി നിസ്കാരത്തിന് ജമാഅത്തിന് അടിസ്ഥാനമുണ്ട്. അത് പിന്നീട് പിൽക്കാലത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ചെയ്തു. അപ്പൊ അത് ഭാഷാപരമായി പുതിയൊരു കാര്യമാണ്, പക്ഷെ ദീനിൽ അടിസ്ഥാനമുള്ളതാണ്. ആ അർത്ഥത്തിലാണത് നിഅമത്തിൽ ബിദ്അത്തു എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു, മദ്മൂമത്തായ ബിദ്അത്ത് എന്താണ്? ദീനിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്കാണ്, ദീനിൽ അടിസ്ഥാനമില്ലാതെ പുതുതായി കൊണ്ടുവരുന്ന കാര്യങ്ങൾക്കാണ് മോശമായ ബിദ്അത്ത് എന്ന് പറയുക. ഇത് ആ ഗണത്തിൽപ്പെട്ടതാണ്. സ്വഹാബികൾ ചെയ്യാത്ത, ഉത്തമ തലമുറയിൽ ജീവിച്ച ഒരാളും ചെയ്യാത്ത കാര്യങ്ങൾ പിൽക്കാലത്ത് ഈ രൂപത്തിൽ ചെയ്തത് തന്നെ സുയൂത്തി നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞാലും ശാഫിഈ മദ്ഹബിന്റെ കിതാബ് എടുത്തു നോക്കിയാൽ അത് മോശമായ ബിദ്അത്താണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സുയൂത്തി ഇമാമിന്റെ ഉസ്താദാണ്. ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ഇമാം സുയൂത്തി പറയാറുള്ളത്. അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയ മറുപടി സമാനമായ മറുപടി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദാഘോഷത്തിന്റെ അടിസ്ഥാനം അത് ബിദ്അത്താകുന്നു. ലം തുൻഖൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ, ഉത്തമമായ 3 തലമുറയിൽ ജീവിച്ച സച്ചരിതരായ മുൻഗാമികളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും ഇത് ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല. നേരത്തെ നമ്മൾ മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്റെ താജുദ്ദീൻ അൽ ഫാക്കിഹാനി റഹിമഹുള്ളയുടെ വാക്ക് വായിച്ച
സമാനമായ വാക്ക് തന്നെയാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹവും പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇതിവിടെ വായിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആചാരം ബിദ്അത്താണ്, സഹാബികൾക്ക് പരിചയമില്ല, പുത്തനാശയമാണ്, പുത്തനാചാരമാണ് എന്ന് ഈ പറഞ്ഞ അനുകൂലിച്ച ആളുകൾ വരെ, സുയൂത്തി അനുകൂലിച്ച ആളാണ്, പക്ഷെ പറഞ്ഞൊപ്പിച്ചിട്ടും അത്രയേ പറയാൻ സാധിച്ചിട്ടുള്ളൂ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി അതിന്റെ നല്ല വശം പറഞ്ഞു, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹവും ബിദ്അത്താണ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു എന്ന് സുയൂത്തി പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ കിതാബിൽ എവിടെയും ഇത് കാണാൻ സാധിക്കുന്നില്ല എന്നത് മറ്റൊരു വശം കൂടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ബിദ്അത്തായ ആഘോഷം അതിനെ എതിർക്കുമ്പോൾ മദ്ഹ് പറയൽ എതിർക്കുന്നു, സ്നേഹത്തെ എതിർക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾക്കുള്ള മതിയായ മറുപടിയും അതുപോലെ സത്യത്തിലേക്ക് വരാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വിശദീകരണവുമാണ് നിങ്ങൾ കേട്ടത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് യഥാർത്ഥ ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം അല്ലാഹു നൽകുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മൗലിദാഘോഷം ബിദ്അത്താണെന്നും ദീനിൽ ഒരു അടിസ്ഥാനമില്ല എന്നും നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ആഘോഷിച്ചിട്ടില്ല എന്നും നമുക്ക് മനസ്സിലായി. ബോധ്യപ്പെടാനുള്ള തെളിവുകൾ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി സഹോദരങ്ങളെ, ഇതിന്റെ അടിസ്ഥാനം ബിദ്അത്താണ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാടുകളിൽ മദ്ഹ് എന്ന പേരിൽ ചൊല്ലപ്പെടുന്ന വരികളിൽ, മൗലിദ് കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശിർക്കിന്റെ വാക്കുകളാണ്. മദ്ഹും ശിർക്കും കൂട്ടിക്കലർത്തിയാൽ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമ്മുടെ ദീൻ ബാക്കിയാവുക? മദ്ഹ് എന്ന പേരിൽ ചില സ്വലാത്തുകളും ചില മദ്ഹ് വാക്കുകളും അതിലുണ്ടെങ്കിലും തുടക്കവും ഒടുക്കവും അതിൽ മുഴുവനും ധാരാളം എടുത്തു നോക്കിയാൽ ശിർക്കിന്റെ വരികൾ, അനേകം കള്ളക്കഥകൾ ഇത്തരം മൗലിദ് കിതാബുകളിൽ നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇയായിട്ടാണ് വന്നത് എന്ന് നമ്മൾ കേട്ടു. അള്ളാഹുവിലേക്കാണ് അവിടുന്ന് ക്ഷണിച്ചത്. എല്ലാ തേട്ടങ്ങളും പ്രാർത്ഥനകളും പാപമോചനവും റബ്ബിലേക്ക് സമർപ്പിക്കാനാണ് അവിടുന്ന് പഠിപ്പിച്ചത്. മങ്കൂസ് മൗലിദ് എന്ന മൗലിദിന്റെ കിതാബിൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് പരിശോധിക്കാം. നമുക്ക് പലർക്കും അറിയാവുന്ന വരികളും കൂടിയാണത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, പാപത്തിന്റെ വാഹനത്തിൽ ഞാൻ കയറിയിട്ടുണ്ട്. ഇത് സാധാരണ ആരോടാണ് പറയല് പ്രിയമുള്ളവര്? അള്ളാഹുവിനോടാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ആരോടാണ്? ലക അശ്കു, നബി അങ്ങയോടാണ് ഞാൻ ആവലാതി ബോധിപ്പിക്കുന്നത്. ലക അശ്കു, അങ്ങയോട് ഞാനിതാ ആവലാതി ബോധിപ്പിക്കുന്നു. യാ സയ്യിദി, എന്റെ നേതാവേ, ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായവരെ. സഹോദരങ്ങളെ, അള്ളാഹു ചോദിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരുണ്ട് പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു അല്ലാതെ? മൗലിദ് കിതാബിൽ പറയുന്നു, നബിയേ ലക അശ്കു, അങ്ങയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങയോടാണ് എനിക്ക് ആവലാതി ബോധിപ്പിക്കാനുള്ളത്. അതാ വീണ്ടും അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇൻ ളാഅ യാ സയ്യിദി ഖൈറൻ നബി. ഖിയാമത്ത് നാളിൽ അവിടുത്തെ ശഫാഅത്ത് ലഭിക്കാനുള്ള പല പ്രവർത്തനങ്ങളും അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇതാ നേർക്ക് നേരെ നബിയെ ശഫാഅത്ത് അങ്ങയോട് ചോദിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി തീർന്നോ സഹോദരങ്ങളെ? മറ്റൊരു മൗലിദിന്റെ കിതാബിൽ പറയുന്നു, അബ്ദുകൽ മിസ്കീനു യർജു, നബിയെ അങ്ങയുടെ സാധുവായ അടിമൈത അങ്ങയിലേക്ക് വന്നിരിക്കുന്നു. ഫദ്ലകൽ ജമ്മൽ ഗഫീർ, അങ്ങയിൽ നിന്ന് ധാരാളം ഔദാര്യം പ്രതീക്ഷിച്ചുകൊണ്ട്. നമ്മൾ ആരുടെ അബ്ദാണ് പ്രിയമുള്ളവരെ? അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമകളല്ലേ? ഇബാദല്ലാഹ് എന്നല്ലേ നമ്മെക്കുറിച്ച് നാം കേൾക്കാറുള്ളത്? അള്ളാഹുവിന്റെ അടിമകളെ എന്നല്ലേ? ഇവിടെ ഇതാ അബ്ദുകൽ മിസ്കീൻ, ഓ നബിയെ താങ്കളുടെ സാധുവായ മിസ്കീനായ അടിമ ഇതാ വന്നിരിക്കുന്നു എന്നാണ്. ഫീക ഖദ് അഹ്സൻതു ദന്നി യാ ബശീറു യാ നദീറു, ബഷീറും നദീറുമായ നബിയെ, അതിലൊരു സംശയവുമില്ല. നമ്മൾ ആയത്ത് കേട്ടു. പക്ഷെ ചോദിക്കുന്നത് എന്താണ്? നബിയെ അങ്ങയുടെ കാര്യത്തിൽ അങ്ങയെക്കുറിച്ചുള്ള ധാരണ
ഞാൻ ശരിയാക്കിയിരിക്കുന്നു. ഹുസ്നുള്ളനാണ് അങ്ങയെക്കുറിച്ച് എനിക്കുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുള്ളനോടെ, നല്ല വിചാരത്തോടെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട അടിമ, അള്ളാഹുവിന്റെ അടിമ റസൂലിനോട് പറയുകയാണ്, ഇതാ നബിയെ അങ്ങയുടെ അടിമ വന്നിരിക്കുന്നു. ഇനിയും ധാരാളമുണ്ട് പ്രിയമുള്ളവരെ, സമയത്തിന്റെ പരിധി കൊണ്ട് വായിക്കുന്നില്ല. നമ്മൾ പരിശോധിക്കണം, പറയുന്നത് സത്യമാണോ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മൗലിദിന്റെ കിതാബുകളിൽ നമുക്കിത് കാണാം. സഹോദരങ്ങളെ, നമ്മുടെ ദീൻ ഫസാദായി പോകുന്ന ഇതുപോലെയുള്ള ദീനിനെതിരായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് ഓടി അകലേണ്ടവരാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാൻ എന്ന് തുടങ്ങി സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു തആല നല്ലവരായ അടിമകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതിൽ അള്ളാഹു പറഞ്ഞത് വല്ലദീന ലാ യശ്ഹദൂന സൂറ, അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ സൂറിന് സാക്ഷ്യം നിൽക്കാത്തവരാണ്. അഥവാ വ്യാജത്തിന്, വ്യർത്ഥത്തിന്, അടിസ്ഥാനരഹിതമായ ഒരു കാര്യത്തിനും അവർ സാക്ഷികളാവുകയില്ല. ലാ യശ്ഹദൂൻ എന്ന് പറഞ്ഞാൽ ലാ യഹ്ദുറൂൻ, അവരതിൽ സന്നിഹിതരാവുകയില്ല, അതിന്റെ ഭാഗവാക്കാകുകയില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. പ്രിയമുള്ളവരെ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളുമാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നത്. അതാണ് നമ്മുടെ ആഘോഷം. ആ രണ്ടും കേവലം ആഘോഷമല്ല, മറിച്ച് രണ്ട് മഹത്തായ ഇബാദത്തുകൾക്ക് ശേഷമുള്ള സന്തോഷ പ്രകടനമാണ്. ഇസ്ലാമിന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ പണം പൊട്ടിക്കലല്ല പ്രിയമുള്ളവരെ, തീർത്തുകളയലല്ല, ദൂർത്തല്ല, മറിച്ച് ഇബാദത്തുകൾക്ക് ശേഷം അള്ളാഹു നമുക്ക് നൽകുന്ന സന്തോഷിക്കാനുള്ള ചില നിമിഷങ്ങളാണ്. അതാണ് ഈദിന്റെ ദിവസങ്ങൾ. അതുപോലെ ഇത് ആഴ്ചയിലുള്ള വെള്ളിയാഴ്ച ദിവസം മടങ്ങി വരുന്ന ഈദാണിത്, സന്തോഷിക്കാനുള്ള ദിവസമാണ്. ഇനി നിങ്ങൾ നോക്കൂ, സന്തോഷിക്കാനുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇബാദത്തുകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ എല്ലാവിധ അനാചാരങ്ങളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ ആഘോഷങ്ങളല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട് ഇന്ത്യ രാജ്യം എന്നത് ഒരുപാട് വ്യത്യസ്തങ്ങളായ ആശയ ആദർശങ്ങളുള്ള, വ്യത്യസ്തങ്ങളായ മതങ്ങളുള്ള നാടാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഓരോരുത്തർക്കും അവനവന്റെ ആശയം, ആദർശം സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് ഉറക്കെ വിളിച്ചു പറയാനും ഒരു വേള അതിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭരണഘടന അനുവദിക്കുന്നുണ്ട്. എന്നിരിക്കെ എനിക്കെന്റെ മതം, എനിക്കെന്റെ ആശയം, എനിക്കെന്റെ ആഘോഷം എന്നു പറയൽ അതൊരിക്കലും വർഗീയതയോ ഭീകരവാദമോ തീവ്രവാദമോ അല്ല, മറിച്ച് അതാണ് നാം ചെയ്യേണ്ടത്. ഒരു മുസ്ലിം ഇസ്സത്തുള്ളവനായിരിക്കണം, അവൻ അഭിമാനമുള്ളവനായിരിക്കണം. അഭിമാനം പണയം വെക്കുന്ന നിന്ദ്യത തലയിൽ ഏറ്റിവെക്കരുത് പ്രിയമുള്ളവരെ. ഇതര മതസ്ഥരുടെ ആഘോഷങ്ങൾ അത് നമ്മെ പോലെ തന്നെ അവർക്കും ആഘോഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്. മതപരമായി അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാമിന്റെ കണ്ണിൽ അത് തെറ്റാണെങ്കിലും അത് മറ്റൊരു വിഷയം. ആ വിഷയത്തിൽ വേണമെങ്കിൽ നമുക്ക് സംവദിക്കാം. ഈ രാജ്യത്തിന്റെ ഭരണഘടന അത് അനുവദിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ഓരോരുത്തർക്കും അവരവരുടെ ആഘോഷവും മതാചാരങ്ങളും ഉണ്ട്. ഇസ്ലാമിന്റെ ആളുകൾ അവരുടെ ആചാരങ്ങൾ എടുക്കുക, അവർ തിരിച്ചിങ്ങോട്ടെടുക്കുക എന്ന ഒരു സമ്പ്രദായം പുതിയതായി ചില ആളുകൾ, ലിബറലിസം, അതിന്റെ ആളുകൾ കടത്തിക്കൂട്ടിയതാണ്. എത്രയോ നൂറ്റാണ്ടുകളായി മുസ്ലിമുകൾ ഇവിടെ ജീവിക്കുന്നു. അന്തസ്സായി അവനവന്റെ ആഘോഷവും ആചാരവും മതവും അങ്ങനെയായി ജീവിക്കുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട്. അങ്ങനെ മരിച്ചുപോയ ധാരാളക്കണക്കിന് ആളുകളില്ലേ? നമ്മുടെ മുൻഗാമികളൊക്കെ അതിന്റെ ഭാഗമല്ലേ പ്രിയമുള്ളവര്? ഇനിതാ ചില ആളുകൾക്ക് നമ്മുടെ ആഘോഷം മാത്രമേ നമുക്ക് പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഭീകരവാദമായിരിക്കുന്നു. എന്നാൽ ഇതേ ആളുകൾ തന്നെ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ പേരുള്ള ഒരു പെണ്ണ് അവളതാ ഹൈന്ദവരുടെ ആരാധനാ കേന്ദ്രത്തിൽ ചെന്ന് അവിടെയുള്ള കുളത്തിൽ കാല് കഴുകി എന്നതിന്റെ പേരിൽ പിന്നീട് അവിടെ ശുദ്ധികലശം നടത്തുകയാണ്. അത് വർഗീയതയല്ല, അത് ഭീകരവാദമല്ല. അവിടത്തേക്ക് ഒരു പാർട്ടിക്കാരനും മാർച്ച് നടത്തുകയില്ല. സഹോദരങ്ങളെ, അവരുടെ വിശ്വാസമാണത്, അവരുടെ ആചാരമാണത്. അവർക്ക് വേണ്ടി ആരാധനാ കേന്ദ്രങ്ങളായി അവർക്ക് വേണ്ടി അവർ നിർമ്മിച്ചതാണത്. അവിടെ പോയിട്ട് നമ്മളും നമ്മളെ പള്ളിയിൽ അവരും എങ്ങനെ ഇരിക്കും? അത് ശരിയല്ല. മുസ്ലിമിന് മുസ്ലിമിന്റെ ഇസ്സത്തുണ്ട്. നമ്മൾ നമുക്കനുവദിച്ച മേഖലകളിൽ കഴിഞ്ഞുകൂടുക പ്രിയമുള്ളവരെ. ഇത് മതാചാരമായ, മതത്തിന്റെ അടിസ്ഥാനങ്ങളുള്ള ആഘോഷമാണ്. ഓണം പോലെയുള്ള ആഘോഷം അതിന്റെ ആളുകൾ, അത് ഹൈന്ദവരുടെ ആഘോഷമാണ്.
എന്നൊക്കെ അവർ തന്നെ സ്ഥിരപ്പെടുത്തുമ്പോൾ നമ്മൾ ചില ആളുകൾ പറയാൻ അല്ല, ഇത് നമ്മളതും കൂടിയാണ്. സഹോദരങ്ങളെ, റമദാൻ മാസത്തിൽ സുബഹി മുതൽ മഗ്രിബ് വരെ നമ്മൾ ഭക്ഷണം കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല. ഒരാൾ പറയാണ്, ലോകത്ത് മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇബാദത്താണല്ലോ ഇത്, അതുകൊണ്ട് കേരളക്കരയിലും എല്ലാവരും പട്ടിണി കിടക്കണം എന്ന് പറഞ്ഞാൽ അതാണ് സഹോദരങ്ങളെ തീവ്രവാദം. അതൊരാൾ പറഞ്ഞു ഒരു അമുസ്ലിമായ ഒരാളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് ഭീകരവാദമാണ്, അത് തീവ്രവാദമാണ്, ശരിയല്ല. അവന് പറഞ്ഞു കൊടുക്കാം, ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം, ആശയ സംഭാഷണം നടത്താം, അത് അനുവദനീയമാണ്. പക്ഷെ അവനെ പിടിച്ചു വലിക്കുക എന്നത് ശരിയല്ല. പെരുന്നാളിന് രാവിലെ പള്ളിയിലെത്തിയില്ലെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പെരുന്നാളിന് രാവിലെ നമ്മൾ പുതിയ ഡ്രസ്സ് എടുത്ത് പള്ളിയിലേക്ക് വരുന്നു, തലേന്ന് അങ്ങാടിയിൽ വന്ന് പുതിയ ഡ്രസ്സ് എടുക്കണം, വസ്ത്രമെടുക്കണം, നാളെ നിസ്കരിക്കാൻ വരണം, ബലിപെരുന്നാളിന് അറവ് നടത്തണം എന്നിവിടുത്തെ ഓരോ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളോട് പറഞ്ഞവരെ അതിനുവേണ്ടി നിർബന്ധിക്കുകയാണെങ്കിൽ അതാണ് പ്രിയമുള്ളവരെ ഭീകരവാദം, അതാണ് തീവ്രവാദം. ഈ ആളുകൾ തീവ്രവാദം, ഭീകരവാദം എന്നൊക്കെ മനസ്സിലാക്കി വെച്ചത് പറയുന്നത് മുസ്ലിമീങ്ങളുടെ നെഞ്ചത്ത് കയറാനുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. നമ്മുടെ വിവേകമില്ലാത്ത ചില മുസ്ലിമീങ്ങളുടെ ധാരണ ഈ പറഞ്ഞ മാർച്ച് നടത്തുന്ന ആളുകൾ അവർ ഇസ്ലാമിന്റെ സഹായികളാണ് എന്നാണ്. അല്ല പ്രിയമുള്ളവരെ, അല്ല. ഇസ്ലാമിനെ നശിപ്പിക്കാൻ പഴയകാലത്ത് തന്നെ 18-ാം നൂറ്റാണ്ട് മുതൽ കച്ചകെട്ടി ഇറങ്ങിയവരാണ് ഈ പറഞ്ഞ ആളുകൾ. ഞാൻ പേര് പരാമർശിക്കുന്നില്ല, ബുദ്ധിയുള്ളവർക്ക് ഇഷാറത്ത് മതി, സൂചന മതി എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അഭിമാനമുള്ളവരാവുക. നോക്കൂ, നിങ്ങൾ മൗലിദിന്റെ ആഘോഷം നമ്മൾ എതിർക്കുന്നു, ഇസ്ലാമിന്റെ പേരിലല്ലേ? മറ്റൊരു റോഡ് ബ്ലോക്ക് ചെയ്തു, നമുക്കും ബ്ലോക്ക് ചെയ്യാം എന്നല്ല, റോഡ് ബ്ലോക്ക് ചെയ്യരുത് എന്നാണ് നമ്മൾ പറഞ്ഞത്. മുസ്ലിമുകളോട് നമ്മൾ പറയുന്നത് ഇസ്ലാമിന്റെ പേരിൽ നടത്തപ്പെടുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ നബിദിനാഘോഷം പാടില്ല എന്ന് പറയുന്ന നമുക്ക് മറ്റത് പറയാൻ പേടി. അത് നമുക്ക് അനുവാദമുണ്ട് പ്രിയമുള്ളവരെ, അത് നമുക്ക് അനുവാദമുണ്ട്. ഇസ്സത്തുള്ളവരാവൂ, തല ഉയർത്തി ജീവിക്കൂ പ്രിയമുള്ളവരെ, മരണം വരെ മുസ്ലിമായി അന്തസ്സോടെ ജീവിക്കൂ. ഇസ്ലാം എന്നത് അഭിമാനത്തിന്റെ അന്തസ്സിന്റെ ദീനാണ് പ്രിയമുള്ളവരെ. ഈ ആദർശം എന്നത് 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്നുള്ള അള്ളാഹു അവതരിപ്പിച്ച ദീനാണിത്. ലോകത്ത് വന്ന ഏറ്റവും നല്ലവരായ നബിമാരാണിത് പ്രബോധനം ചെയ്തത്. ഇതിന്റെ പതാകവാഹകർ ഏറ്റവും നല്ല മനുഷ്യരാണ്, സ്വഹാബികളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ വിഷയം നമ്മൾ ഗൗരവത്തിലെടുക്കുക. നബിദിനത്തിന്റെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ ഇസ്ലാമിൻ്റെതല്ലാത്ത ആഘോഷങ്ങളുടെ ഭക്ഷണം നമുക്ക് പാടില്ലാത്തതാണ്, അത് നമ്മൾ കഴിക്കാൻ പാടില്ല. അല്ലാത്ത ഇപ്പൊ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളുടെ വീടുകളിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്ന്, ഓഫീസുകളിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്, കൊടുക്കൽ വാങ്ങലുകൾ നടത്താറുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. നടു റോഡിൽ ഒരാൾ വീണ് കടന്നാൽ ഐഡന്റിറ്റി കാർഡ് നോക്കിയിട്ടല്ല അവനെ രക്ഷപ്പെടുത്തൽ. മനുഷ്യ സഹജമായ മാനുഷികമായ കൊടുക്കൽ വാങ്ങലുകൾ, ഇടപാടുകൾ അല്ലാഹുവിന്റെ ദീൻ അനുവദിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഇസ്ലാം നീതിയുടെ മതമാണ്, നീതിയുടെ ദീനാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ രൂപത്തിലുള്ള ഭക്ഷണം കൊണ്ടുവരുന്ന ആളുകളോട് മാന്യമായി നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. നമുക്ക് അനുഭവമുണ്ട്, അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാകും. അവർക്ക് അതാണ് സന്തോഷം. അവരാഘോഷം അവരാഘോഷിക്കാൻ വിടുക, നമ്മൾ ആഘോഷിക്കാം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. അതാണ് ഇസ്സത്തിന്റെ വാക്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അല്ലാഹുവിന്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك.
اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم انصر الإسلام والمسلمين المستضعفين في كل مكان. اللهم انصر من نصر دينك وكتابك وسنة نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.